മലയാള സിനിമയിൽ കാലങ്ങളായി സേഫ് സോണിൽ നിന്ന് മാത്രമേ സിനിമകൾ ചെയ്യുന്നുള്ളൂ എന്നൊരു പരാതി പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് അതിനെ ഭേദിച്ച് പുതുമയുള്ള കണ്ടന്റ് വന്നു തുടങ്ങിയെങ്കിലും മറ്റു ഇൻഡസ്ട്രികൾ ചെയ്യുന്ന പോലെ പരീക്ഷണങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റ് മലയാള സിനിമയിൽ പ്രകടമാകുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ വല്ലതും കാണണമെങ്കിൽ ഷോർട്ട് ഫിലിം വല്ലതും കാണേണ്ട അവസ്ഥയിൽ നിന്ന് ഇന്ന് മലയാള സിനിമയ്ക്ക് ഒരു ഏലിയൻ പടം വന്നിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഗഗനചാരി എന്ന ചിത്രത്തെ കുറിച്ചാണ്. അരുൺ ചന്തു ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സാജൻ ബേക്കറി, സായാഹ്ന വാർത്തകൾ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയായ അരുൺ ചന്തു ഈ ചിത്രം മനോഹരമായി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നല്ലൊരു ദൃശ്യവിസ്മയം തന്നെ തന്നിട്ടുണ്ട്. റിലാക്സ് ആയിരുന്ന് കണ്ടിറങ്ങാവുന്ന ഒരു ചിത്രമായിട്ടാണ് ഗഗനചാരി തോന്നിയത്. ഫ്യൂച്ചറിൽ നടക്കുന്ന കഥയാണെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ആസ്വദിക്കാം. പഴയ സിനിമകളുടെയും മറ്റും കുറച്ച് റെഫറൻസുകൾ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്, പറയുന്നുമുണ്ട്. അവയൊക്കെ മനോഹരമായി ബ്ലെൻഡ് ചെയ്യാൻ സംവിധായകന് സാധിക്കുന്നുണ്ട്. ഗോകുൽ സുരേഷ്, ഗണേഷ് കുമാർ, അജു വർഗീസ്, അനാർക്കലി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. നന്നായി തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിലെ പല തമാശകളും ചിരി പടർത്തുന്നവയായിരുന്നു. എങ്കിലും ചിലത് വർഷം അത്രയും കഴിഞ്ഞിട്ടും ചളികൾക്ക് കുറവൊന്നുമില്ല എന്ന് തോന്നി. ചിത്രം ആദ്യ അവസാനം വരെ ഒരു ആകാംക്ഷയോടെ തന്നെ കണ്ടിരിക്കാൻ പറ്റും. അതുതന്നെയാണ് ചിത്രത്തിന്റെ വിജയവും. അതുപോലെ തന്നെ ചിത്രത്തിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത് ശങ്കർ ശർമ്മയാണ്. വളരെ നല്ല രീതിക്ക് തന്നെ അത് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ആസ്വാദനത്തിന് സംഗീതം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. മലയാളത്തിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വിജയിപ്പിച്ചെങ്കിൽ മാത്രമേ സംവിധായകർക്ക് ഒരു ധൈര്യമുണ്ടാകൂ. തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാനുള്ള ചേരുവകൾ ചിത്രത്തിലുണ്ട്. എന്നാൽ ഇടയ്ക്കെവിടെയോ ചെറിയ തോതിലൊന്നും താഴുന്നുണ്ടോ എന്ന് തോന്നിയെങ്കിലും അടുത്ത സീനിൽ തന്നെ അത് പരിഹരിക്കാൻ സംവിധായകന് സാധിക്കുന്നുണ്ട്. വ്യത്യസ്തമായ സിനിമാ അനുഭവങ്ങൾ വേണ്ടവർക്ക് തീർച്ചയായും സിനിമയെ സമീപിക്കാം. ഇനിയും ഇതുപോലുള്ള സിനിമകൾ മലയാളത്തിൽ വരട്ടെ എന്ന് ആശംസിക്കാം.